ഗോവിന്ദചാമി ജയിൽ ചാടിയതിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച ഉണ്ടായെന്ന് പരിശോധിക്കുമെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം എം രാജഗോപാൽ MLA 24 പറഞ്ഞത്. മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കണം. ഗോവിന്ദചാമിയെ ജയിൽ മാറ്റുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും എം രാജഗോപാൽ MLA പറഞ്ഞു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം തീർത്തും ദൗർഭാഗ്യകരവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. എല്ലാ വശങ്ങളും പരിശോധിക്കുമല്ലോ. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, ഇതിൻ്റെ സാഹചര്യം എന്താണ്, പല പിൻബലവും സഹായം ഉണ്ടായിട്ടുണ്ട്. വളരെ സമഗ്രമായ പരിശോധന നടത്തുക. അല്ല, അത് വിശദമായിട്ട് സർക്കാരും ജയിൽ വകുപ്പും കൂടെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. സുരക്ഷാ വീഴ്ചയുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും അപാകതയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള. കാരണം ഇതര ജയിലുകളെ അപേക്ഷിച്ച് വളരെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ജയിൽ സംവിധാനമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേത്. ജയിൽ ഉപദേശക സമിതി അംഗം എം രാജഗോപാൽ MLA പറയുകയായിരുന്നു. ഇയാളെ ജയിൽ മാറ്റുന്ന ഉറപ്പായും ഇനിയിപ്പോൾ അത്രത്തോളം കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് തന്നെ അതീവ സുരക്ഷാ ജയിലാണ്. അതിനകത്ത് അതീവ സുരക്ഷാ ജയിലിനകത്തുള്ള അതീവ സുരക്ഷാ ജയിലാണ് 10-ാം ബ്ലോക്ക്. 10-ാം ബ്ലോക്കിൽ കടന്നിരുന്ന ഒരു കൊടും കുറ്റവാളി 10-ാം ബ്ലോക്കിൻ്റെ ജയിലൊക്കെ മുറിച്ച് ഇയാൾ വളരെ ഈസിയായി പുറത്ത് 21 ദിവസത്തെ പ്ലാനിങ്ങിൽ ഇതൊക്കെ അയാൾ സാധ്യമാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ വിവരമില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്താ ആകുമായിരുന്നു അവസ്ഥ? അയാൾ ആ കിണറ്റിൽ അയാൾ കണ്ണിൽപ്പെടാതെ അയാളുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു. അയാളെ കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല. ഒരുപക്ഷേ ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും വാർത്ത വരുന്ന കാര്യം ഈ ഗോവിന്ദചാമി ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവണം അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അത്രത്തോളം ഫ്രീ ആയി കൂളായി മുഖമൊന്നും മറയ്ക്കാതെ അയാൾ തെരുവിൽ കൂടി നടന്നു പോയത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ പൊളിയാണ്, നാട്ടുകാർ കണ്ടാൽ മനസ്സിലാവുന്നവരാണ്. അപ്പോൾ ആ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. അതുണ്ടാവില്ല എന്തൊരു മഹാനാണക്കേടും ആകുമായിരുന്നു. അപ്പോൾ അയാളെ ആ ജയിലിൽ തന്നെ ഇനി പാർപ്പിക്കണോ? അയാളെ ഇനി ഏത് ജയിലിൽ പാർപ്പിക്കണം? അയാളെ ഇനി എങ്ങനെ ട്രീറ്റ് ചെയ്യണം? അയാൾ ജീവപര്യന്തം ശിക്ഷയ്ക്കല്ല അർഹൻ. അയാൾ നേരത്തെ കേരള ഹൈക്കോടതി വിധിച്ചതുപോലെ അയാൾ തൂക്കിക്കൊലയ്ക്കാണ് അർഹൻ എന്ന് പറഞ്ഞ് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായ പരിശോധനയ്ക്ക് നേരത്തെ ഡോക്ടർ ബി സന്ധ്യ IPS അക്കാര്യത്തിൽ അവരോട് ചില കൺസേൺസ് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഏത് രീതിയിൽ പിടികൂടി എന്ന കാര്യം കണ്ണൂർ കമ്മീഷൻ ഇപ്പോൾ പറയുകയാണ്. കോടതിയിൽ ഹാജരാക്കി തുടർ നടപടി ഇനി ഉണ്ടാകും എന്നുകൂടി പറയുന്നുണ്ട്.